വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കുന്നോ? Yes. Yeah. ഓക്കെ. എങ്ങനെ പോകുന്നു? നിങ്ങളുടെ സർവീസ് കൾച്ചറൊക്കെ എല്ലാവരും കീപ്പ് ചെയ്യുന്നുണ്ടല്ലോ അല്ലെ? നമ്മുടെ ബി മാജിക്കിന് ഒരു കൾച്ചർ ഉണ്ട്, അതെല്ലാവരും കീപ്പ് ചെയ്യുന്നില്ലേ? അതേ ഉള്ളൂ. ഓക്കെ, ഗുഡ്. രണ്ടാളോടും ജോയിൻ ചെയ്യാണ്ടല്ലോ, 32 പേര് ആണല്ലോ. അവിടെ പോയി ഓക്കെ സാർ, ഇന്ന് ഞാൻ ഈ കൊണ്ടാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഞാൻ പ്രീത. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് സെഷനിലേക്ക് പോവാം. സോ നിങ്ങൾക്കറിയാം ഇന്ന് വെനസ്ഡേ ആണ്. വെനസ്ഡേ നമ്മുടെ സെയ്സാറുടെ ലോ ഓഫ് അട്രാക്ഷൻ സെഷനാണ് വരാറ്. ഇതിലെല്ലാവരും ഓൾറെഡി ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് കേട്ടവരും അല്ലെങ്കിൽ അതിനെ കുറിച്ച് മനസ്സിലാക്കിയവരായിരിക്കും. അതറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്നോ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? പുതിയ മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. സോ നമുക്ക് സെഷനിലേക്ക് പോവാം. അപ്പം ഇന്നത്തെ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സേഫ് സാറെ ഇൻവൈറ്റ് ചെയ്യാണ്. സേഫ് സർ. ഗുഡ് മോർണിംഗ്. ഓക്കെ സർ, പ്ലീസ് വെൽക്കം. താങ്ക് യു. മാജിക് മോർണിംഗ് ടു ഓൾ. എല്ലാവരും കേൾക്കാൻ പറ്റുന്നില്ലേ? ഹലോ. ഉണ്ട് സാർ. മാജിക് മോർണിംഗ്. കേൾക്കുന്നുണ്ട്. മാജിക് മോർണിംഗ്. ശരി, നമ്മള് ലോ ഓഫ് അട്രാക്ഷൻ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ ആളുകൾക്കും ബേസിക്കലി എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് അറിയുന്ന ഞാൻ വിശ്വസിക്കുന്നു. അറിയാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എന്നെ ടൈപ്പ് ചെയ്യാമോ? എനിക്ക് ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്ന് ബേസിക് അറിയില്ല. നമ്മൾ വർഷങ്ങളായി ഡിസ്കസ് ചെയ്യുന്നതും വർഷങ്ങളായിട്ട് ഇതിൽ കേൾക്കുന്ന ആളുകളാണ് ഉള്ളത്. ഓക്കെ, അപ്പം അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാം. ഇനിയോടി ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും അറിയാം അല്ലേ? ആരെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ, എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളത്? നമ്മൾ എന്താണോ തീവ്രമായി ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്താണോ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അത് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ഒരു ലോ ഓഫ് അട്രാക്ഷൻ. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നുള്ളത് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. അപ്പോ നമുക്ക് നിങ്ങളെല്ലാവരും ഒരു പക്ഷെ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ പാരഡൈം എന്നുള്ള എത്ര പേര് കേട്ട വാക്കാണ് പാരഡൈം അല്ലെങ്കിൽ പാരഡൈം ഷിഫ്റ്റ് എന്നൊക്കെ ഉള്ളത്? കേട്ട ആളുകളെന്ന് പറയാം. സാറുടെ അടുത്ത് നിന്നാണ് ഞാൻ കേട്ടത്. ഞാൻ പറഞ്ഞപ്പോഴാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്. വേറെ കേട്ടണോ? ആരുമില്ല? ആദ്യമായിട്ട് വെക്കാം. ഓക്കെ, ഞാൻ ഈ അടുത്തിടെ നമ്മുടെ ഗ്രൂപ്പിൽ വെർഷൻ 2.0 ഞാൻ ബോബ് പ്രാക്ടറുടെ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിന് 30-33 മിനിറ്റുള്ള വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയുന്നത് നത്തിങ്, നമ്മളെല്ലാ ആളുകളും വളർന്നു വരുന്ന സമയത്ത് നമുക്ക് കുറെ ബിലീഫ് സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്.
ഒരു എക്സാമ്പിൾ പറയാം. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ബാക്കി നിങ്ങൾ പറഞ്ഞോളൂ. പൂച്ച വിലങ്ങം ചാടിയാൽ ഇറങ്ങി ചാടിയാല് അന്നത്തെ ദിവസം ആ കാര്യം നടക്കുകയില്ല. ദിവസം ആ കാര്യം നടക്കില്ല. ഒന്നില് തെറ്റിയാല് 3 പിഴയ്ക്കും. 3 പേര് അല്ലെ? ഇങ്ങനെ ഒരുപാട് ചിന്തകള് നമ്മൾ ചെറുപ്പം മുതൽ നമ്മുടെ മൈൻഡിൽ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ പറയുന്നുണ്ടല്ലോ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അതിലേക്ക് പോസിറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അഫോർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്തു കഴിഞ്ഞാൽ, ഇതൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മൾ അല്ലെ? ഇതെല്ലാം കൊടുത്തിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് നമ്മൾക്ക് കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ് ആഗ്രഹിക്കുന്ന റിസൾട്ട് കിട്ടാത്തത് വെച്ച് കഴിഞ്ഞാല്, ചെറുപ്പം മുതൽ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഈ പാരഡൈമിനെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുമ്പോഴാണ് നമുക്ക് ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യിക്കാൻ പറ്റുക. ഇതെങ്ങനെയാണ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുക വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ലൈഫിൽ നമ്മളൊരു കാര്യം വിശ്വസിക്കണമെങ്കിൽ കുറച്ച് ഒന്നുമില്ലെങ്കിൽ അത് ആരെങ്കിലും നമ്മുടെ മുമ്പിൽ ചെയ്ത് കാണിച്ചു തന്നിട്ടുള്ള ആളുണ്ടായിരിക്കണം. ഓക്കെ, കാണിച്ചു തന്നിട്ടുള്ള ആളുണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമ്മളത് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ അതിലേക്ക് എത്തണം. ഫോർ എക്സാമ്പിൾ, ഒരു സ്റ്റോറി ഉണ്ട്. ഓക്കെ, 2 മലയുടെ ഇടയിലൂടെ ഒരു റോപ്പ്, ഒരു കയറ് കെട്ടി. ആ കയറ് കെട്ടിയതിനു ശേഷം അതിലൂടെ എന്ത് ചെയ്തു, ഒരാള് ബൈക്ക് ഓടിച്ചു പോയി ഈ റോപ്പിലൂടെ. അപ്പൊ എല്ലാ ആളുകളും അദ്ദേഹത്തിന് കൈയടിച്ചു. നെക്സ്റ്റ് ടൈം അദ്ദേഹം ചോദിച്ചു, എൻ്റെ കൂടെ റോപ്പിൽ വരാനും വേണ്ടി ആരെങ്കിലും തയ്യാറുണ്ടോ ചോദിച്ചു. അയാൾ കാണിച്ചു കൊടുത്തു, റോപ്പിൽ വരാനും വേണ്ടി ആരെങ്കിലും തയ്യാറുണ്ടോ ചോദിച്ചു. ഒരാളും തയ്യാറായില്ല. കാരണം എന്താ, അയാളെ സബ്കോൺഷ്യസ് മൈൻഡ് അത് വിശ്വസിക്കുന്നില്ല. ഞാൻ ഇയാളെ കൂടെ പോയി കഴിഞ്ഞാൽ താഴേക്ക് വീണാലോ എന്നുള്ള ചിന്ത ഉണ്ടാവും. പല സമയത്തും, പറ്റുന്ന ആളുകളൊക്കെ ഒന്ന് വീഡിയോ ഓൺ ചെയ്യട്ടോ, പല സമയത്തും നമ്മുടെ ലൈഫിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ സാധിക്കാത്തതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മളുടെ ഉള്ളിലുണ്ടാവുന്ന പേടിയാണ്. ഓക്കെ, ഉള്ളിലുണ്ടാവുന്ന പേടി കാരണമാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കാത്തത്. അപ്പൊ നിങ്ങളെല്ലാം ആലോചിച്ച് നോക്കാം. ഓക്കെ, ഇന്നലെ ഞാനൊരു എക്സാമ്പിൾ പറയാം. മിനിയാന്ന് എൻ്റെ അടുത്തൊരാള് വന്നു. ആളെ പറയുന്നില്ല, പണ്ട് ബി മാജിക്കിലൊക്കെ ഉണ്ടായിരുന്ന ഒരാൾ തന്നെയാണ്. ഒരാൾ വന്നു. ആൾ വന്നിട്ട് എന്നോട് ചോദിച്ചു, കുറച്ച് ദിവസം മുമ്പ് എന്നെ വിളിച്ചിട്ട് അദ്ദേഹം ചോദിച്ചു, സേവ് സാർ, ഇപ്പൊ ഞാൻ ചെയ്യുന്ന ജോലിക്ക് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്, എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, പക്ഷെ നിങ്ങളെ കംഫർട്ട് സോണ് നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുക. ഞാൻ അങ്ങനെ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തി കൊടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞു, ആദ്യം നിങ്ങൾ ആ വ്യക്തിയോട് സംസാരിക്കൂ. ആ വ്യക്തിക്ക് നിങ്ങൾ ഓക്കെ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നിങ്ങളിപ്പോൾ ചെയ്യുന്ന ജോലിനേക്കാളും നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം മിനിയാന്ന് ഞാനും അദ്ദേഹം തമ്മിൽ മീറ്റിംഗ് നടത്തി. ആ മീറ്റിംഗ് നടത്തിയ സമയത്ത് അദ്ദേഹത്തിനോട് ചോദിച്ചു, സേവ് സാർ, എനിക്ക് കറന്റ് 40,000 രൂപ സാലറി കിട്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു സംഭവം ഞാൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇത്ര പൈസ മിനിമം കിട്ടുമെന്നുള്ളത് ഗ്യാരണ്ടി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഉടനെ അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യം, ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും നിങ്ങൾക്ക് ഇത്ര പൈസ ഗ്യാരണ്ടി ആയിട്ട് കിട്ടുമെന്നുള്ളതല്ല, ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തന്നിരിക്കുന്ന ആളുടെ അടുത്ത് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഇതുവരെ ചെയ്ത വർക്കിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾ സെയിൽസിലേക്കാണ് ഇറങ്ങാൻ പോകുന്നത്. ഇവിടെ ഒരു പക്ഷേ നിങ്ങളെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് 1 രൂപയും ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും. ഇനി ടാർഗറ്റ് എല്ലാം അച്ചീവ് ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ 40 എന്നുള്ളത് 80, 1 ലക്ഷമോ 1.5 ലക്ഷമോ 2 ലക്ഷമോ ഒക്കെ ആവാം. ഡിപ്പെൻസ് നിങ്ങളുടെ പെർഫോമൻസ് ആണ്. പക്ഷെ നിങ്ങളുടെ 40,000 എന്ന് പറയുന്നത് ഇനിയൊരു 3 വർഷം, നിങ്ങൾ ഒരു വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 4,80,000 ആണ്. അപ്പൊ ആ 4,80,000 കൊണ്ട് നിങ്ങളുടെ ലൈഫ് സെറ്റിൽ ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ അതുമായിട്ട് പോവുക. അപ്പൊ അതേ ഉടനെ പറഞ്ഞു, ആ പൈസ എനിക്ക് പോരാ, 4,80,000 പോരാ, അതിന്റെ ഇൻക്രിമെന്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാലും മന്ത്ലി കിട്ടുന്ന പൈസക്കുള്ളൂ ലിമിറ്റ് ഉണ്ടാവും, അതിലധികം പൈസ വേണം. അപ്പൊ അതിലധികം പൈസ വേണമെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, 2 കാര്യങ്ങളാണുള്ളത് ലോകത്ത്. ഒന്ന്, സി പോസ്റ്റിലേക്ക് നിങ്ങൾ ജോലിയിലേക്ക് കയറണം. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കിട്ടുന്നതിൽ ഏറ്റവും നല്ല ജോലി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾ സി പോസ്റ്റിലേക്ക് കയറുക, ഇനി നിങ്ങൾക്ക് ഉള്ള സാലറി കൂടാൻ ചാൻസ് കുറവാണ്. കാരണം ഇതിലേറെ ഫ്രഷേഴ്സിന് എടുക്കാനായിരിക്കും ആളുകൾ നോക്കുക.
സി പോസ്റ്റിലേക്ക് കയറുമ്പം ഒരു CEO, CFO, CMO എന്നൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ സെയിൽസിലേക്ക് വരണം. സെയിൽസിലേക്ക് വരുമ്പോൾ നിങ്ങളെ സ്കില്ലുകൾ വർദ്ധിപ്പിക്കണം. ഓക്കെ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരിക്കലും നിങ്ങൾ തീരുമാനം പെട്ടെന്ന് എടുക്കണ്ട. ടേക്ക് ഇറ്റ് 48 hours, 48 മണിക്കൂർ നിങ്ങൾ എടുക്കുക. ആ 48 മണിക്കൂർ നിങ്ങൾ അതിനെ കുറിച്ചിട്ട് നല്ല രീതിയിൽ അതിന്റെ പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ആലോചിക്കുക. എന്നിട്ട് നിങ്ങൾ തീരുമാനത്തിലേക്ക് എത്തുക. ഒരിക്കലും ഞാൻ എന്തിന് ഗ്യാരണ്ടി അല്ല, നിങ്ങൾക്കിപ്പോൾ ലഭിക്കുന്ന അത്രയും വരുമാനം ലഭിക്കുമെന്നുള്ളതിന് ഗ്യാരണ്ടി അല്ല. പക്ഷെ നിങ്ങൾക്ക് അവിടുന്ന് കിട്ടുന്ന വരുമാനത്തിനെക്കാളും കൂടുതൽ ലഭിക്കാനും കുറയാനും ചാൻസ് ഉണ്ട്. ദർ ഇസ് എ ചാൻസ്, ദർ ഇസ് എ പ്രോബബിലിറ്റി. സ്വാഭാവികമായിട്ടും എല്ലാ ആളുകൾക്കും നമ്മളിപ്പോൾ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഏൺ ചെയ്യണം, കുറച്ചും കൂടെ ബെറ്റർ ആവണം എന്ന് ആഗ്രഹം ഉണ്ടാവും. ബട്ട് നോബഡി റെഡി ടു ടേക്ക് റിസ്ക്. നോബഡി റെഡി ടു ടേക്ക് റിസ്ക്. ഇഫ് യു ആർ നോട്ട് ടേക്ക് റിസ്ക്, റിസ്ക് വിൽ ടേക്ക് യു എന്നാണ് സംഭവം. ഓക്കെ. നിങ്ങൾ റിസ്കിനെ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ റിസ്ക് നിങ്ങൾ ഏറ്റെടുക്കും. ഓക്കെ. റിസ്ക് നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫ്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഈ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ സ്വയം ആലോചിച്ച് നോക്കി, എന്താണ് നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ തടഞ്ഞു നിർത്തുന്ന കാര്യം? അതൊരു പാരഡൈം ആയിരിക്കും. നിങ്ങൾ ചെറുപ്പം മുതൽ കേട്ടുവന്നൊരു കാര്യമായിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്, ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, അതിലേക്കൊക്കെ പോകണം എന്നുണ്ട്. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്കറിയാം. ബട്ട് യു കാൻ ഡു ദാറ്റ്. ശരിയല്ലേ? നിങ്ങളെന്നെ പറയാം, നിങ്ങളുടെ നിലവിലുള്ള ജോലിയിൽ ചിലപ്പോൾ പ്രൊമോഷൻ ആവാം, അല്ലെങ്കിൽ വേറൊരു ജോലി മാറ്റി ട്രൈ ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് ആരംഭിക്കുന്നതാവാം, അല്ലെങ്കിൽ ഒരു പാസീവ് ഇൻകം ഈ ബിസിനസിന്റെ കൂടെ ഉണ്ടാക്കുന്നതാവാം. അപ്പൊ എന്നോട് ഈ ജോലിയൊക്കെ ചെയ്യുന്ന ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, ഞാൻ ബിസിനസ്സിലേക്ക് വന്നാലോ? അപ്പൊ ഞാൻ ചോദിക്കും, എന്തിന്? ഓക്കെ. എന്തിനാണ് നിങ്ങൾ ബിസിനസ്സിലേക്ക് വരുന്നത്? പൈസ ഉണ്ടാക്കാൻ. ഓക്കെ. ഞാൻ അവരോട് പറയാറുള്ളത്, പൈസ ഉണ്ടാക്കാൻ വേണ്ടി ബിസിനസ്സിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പൈസ ഉണ്ടെന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു ജോലിയുണ്ട്. അപ്പൊ അങ്ങനത്തെ ആളോട് ഞാൻ പറയാം, നിങ്ങളുടെ ജോലിയുടെ കൂടെ നിന്നിട്ട്, നിങ്ങളിപ്പോ ചെയ്യുന്ന ജോലിയുടെ കൂടെ, ഞാൻ കഴിഞ്ഞ മീറ്റിങ്ങിൽ എന്തെങ്കിലും കുറെ ആളുകളുണ്ട്, നിങ്ങൾ ആ ഒരു മാസത്തിൽ ഒരു അഡീഷണൽ ആയിട്ട് ഒരു 100 രൂപ അല്ലെങ്കിൽ ഒരു 1000 രൂപ അല്ലെങ്കിൽ ഒരു 500 രൂപ ഉണ്ടാക്കാനുള്ള മാർഗങ്ങളെ കുറിച്ച് നോക്കുക. ഓക്കെ. കുറച്ച് അച്ചാർ എൻ്റെ വീട്ടിൽ ഉണ്ടാക്കി വിറ്റ് കഴിഞ്ഞാൽ ഒരു 1000 രൂപ അഡീഷണൽ കിട്ടുമോ? കുറച്ച് കോയിനെ വളർത്തിയിട്ട് അതിനെ മുട്ട വിറ്റ് കഴിഞ്ഞാൽ 1000 രൂപ കിട്ടുമോ? ഞാൻ ചെയ്യുന്ന വർക്കിന്റെ കൂടെ ഈ ഒരു വർക്കും കൂടെ ചെയ്ത് കൊടുത്തിട്ട് ഒരു 1000 രൂപ കിട്ടുമോ? ഇങ്ങനെ ഏതെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾ ഓൺടർപ്രണർഷിപ്പിലേക്ക് വരാനുള്ള ആളുകളെങ്കിൽ ഓൺടർപ്രണർഷിപ്പ്, നിങ്ങൾ ജോലി ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങൾക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 24 × 30 എന്ന് പറയുന്നത് എത്രയാണെന്ന് അറിയോ? 24 × 30 ആർക്കും പറയാം, 720 ആണ്. ഓക്കെ. 24 × 30 എന്ന് പറഞ്ഞാൽ 720 ആണ്. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, അതന്നെ അല്ലേ എന്നുള്ളത്. എനിബഡി പ്ലീസ് കൺഫേം ഇറ്റ്. 720 ആണ്. 720 മണിക്കൂറാണ് ഒരു മാസത്തിലുള്ളത്. അല്ലേ? 720 നമുക്ക് 3 ആക്കി ഡിവൈഡ് കഴിഞ്ഞാൽ 720 ഡിവൈഡ് 3 എന്ന് പറയുന്നത് എത്ര? 720 ഡിവൈഡ് 3 240 അല്ലേ? 240 മണിക്കൂറാണ് ആവറേജ് ഒരു വ്യക്തി വർക്ക് ചെയ്യാനുള്ള സമയം ഉണ്ടാവുക. 8 മണിക്കൂർ ഡെയിലി. ഓക്കെ. ഇനി അത് 8 മണിക്കൂർ കൂട്ടിയിട്ട് നിങ്ങൾ 10 മണിക്കൂർ ആക്കി കഴിഞ്ഞാൽ 300 മണിക്കൂർ ഉണ്ടാവും. 30 ദിവസം വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആവറേജ് ഒരു വ്യക്തി 25 ദിവസം 24 ദിവസം വർക്ക് ചെയ്യുക. ഒരു 240 250 മണിക്കൂറാണ് മാക്സിമം ഒരു വ്യക്തി വർക്ക് ചെയ്യുക. ഓക്കെ. അപ്പൊ എൻ്റെ ഒക്കെ ഓഫീസ് സമയം നോക്കുമ്പോൾ 153 മണിക്കൂറോ 173 മണിക്കൂറൊക്കെ ഉള്ളൂ. ഈ സമയത്തിന്റെ ഇൻബിറ്റ്വീൻ ആണ് നമ്മുടെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത്. പിന്നെ ഒരു 8 മണിക്കൂർ നമുക്ക് ഉറക്കത്തിനുള്ളതാണ്. പിന്നെ ഒരു 240 മണിക്കൂറിന് നിങ്ങൾക്ക് എങ്ങനെയാണ് കൂടുതൽ പൈസ ഉണ്ടാക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾക്ക് ഈ ലോകത്തിൽ കുറെ ആളുകൾ പൈസ ഉണ്ടാക്കുന്നുണ്ട്, കുറെ ആളുകൾ ദരിദ്രമാകുന്നുണ്ട്, കുറെ ആളുകൾ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുന്നുണ്ട്. ഓക്കെ. ഇതിന്റെ റീസണിലേക്ക് വരുമ്പം നിങ്ങൾ അതിനെ മുന്നോട്ട് പോകുന്ന സമയത്ത്, ഞാൻ ഈ അടുത്ത ഇടയിൽ തന്നെ എനിക്ക് തോന്നുന്നു മറ്റേ ഗ്രൂപ്പിലൊക്കെ ചെയ്തിട്ടുണ്ടാവും, ദ സ്ട്രേഞ്ചേഴ്സ് സീക്രട്ട് എന്ന് പറയുന്ന ഒരു പോഡ്കാസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നൈറ്റിംഗിളിന്റെ. ഓക്കെ. മലയാളം തന്നെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറെ പേര് അത് കേട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ. നൗഫൽ സാർ അത് ബാക്കിയുള്ള ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നോ? നമ്മളെ സബ് ഗ്രൂപ്പുകൾ വീഡിയോസ് ഒക്കെ നമ്മളെ സബ് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ, വിഷയമൊന്നുമില്ല. ഓക്കെ. അപ്പം ഈ ഒരു പോഡ്കാസ്റ്റ് ഒക്കെ നമുക്ക് കേൾക്കുമ്പം
നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഒരു സംഭവം ഉണ്ടാവും. നിങ്ങളുടെ ഗോളുകളിലേക്ക്, നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾ എല്ലാ ദിവസവും പ്രോപ്പർ ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കുന്നുണ്ടാവില്ല. ആ ആക്ഷൻസ് എടുക്കാനും വേണ്ടി മുന്നോട്ട് പോകുമ്പം നമ്മൾ മുന്നേ കേട്ടിരിക്കുന്ന കുറെ കഥകൾ, നമ്മൾ മുന്നേ കേട്ടിരിക്കുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? തടഞ്ഞു നിൽക്കുന്നുണ്ടാവും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങി പരാജയപ്പെട്ട ഒരാളാണ്. അയാളോട് പോയിട്ട് പിന്നെ നമ്മൾ പാർട്ണർഷിപ്പ് ബിസിനസിന്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ? എന്താ പറയാ? എന്താ പറയാ? ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഒറ്റക്ക് തുടങ്ങിയാൽ മതി കേട്ടോ. ഒരാള് വിശ്വസിക്കണ്ട, ഒരു പാർട്ട്നേഴ്സിനെയും വിശ്വസിക്കണ്ട. ഏതോ ഒരാള് ഒരു ദിവസം ഒരു ഓട്ടോറിക്ഷയിൽ പോയപ്പം ആ ഓട്ടോറിക്ഷക്കാരൻ എന്ത് ചെയ്തു? അഡീഷണൽ ചാർജ് മേടിച്ചു. ഓക്കെ, അഡീഷണൽ ചാർജ് മേടിക്കും. 100 രൂപ മേടിക്കുന്നതിനടുത്ത് 150 രൂപ മേടിച്ചു. ഇയാള് പിന്നെ എന്താ പറയാ? ഒരാൾ പറയാണ് കോഴിക്കോടത്തെ ഓട്ടോറിക്ഷക്കാരനാണ് മേടിച്ചത്, ഞാൻ കോഴിക്കോട് ടൗൺ വിളിച്ചപ്പോൾ ഇയാൾ അഡീഷണൽ ഇന്നൊന്ന് കറക്കി കോഴിക്കോട്. അപ്പൊ എനിക്ക് ഓർമ്മ ഉണ്ട്, കോഴിക്കോട് ഓട്ടോറിക്ഷ എടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുണ്ട്. എന്താണ് അവിടുത്തെ ഓട്ടോറിക്ഷക്കാർ ഭയങ്കര പറ്റിപ്പ്. എന്താണ് ഒരു കറക്കും, നമുക്ക് അറിയില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ കറക്കും. കറക്കിയിട്ട് എന്ത് ചെയ്യും? നിങ്ങളേക്ക് ഒന്ന് കൂടുതൽ പൈസ മേടിക്കും. അപ്പൊ നമ്മളെ മൈൻഡിൽ എന്താ പ്രോഗ്രാം ചെയ്ത് വെച്ചേ? ഓട്ടോറിക്ഷക്കാരെ കാണുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ചെല്ലുമ്പോൾ ഇയാൾ എന്നെ പറ്റിക്കുന്ന ആളാണ്. നമ്മുടെ മൈൻഡിൽ എന്താണ്? നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുക, ഇയാളിനെ പറ്റിക്കുന്ന ആളാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഇത് നമ്മളുടെ മൈൻഡിലേക്ക് ഓൾറെഡി പ്രോഗ്രാമിങ്, ഈ പ്രോഗ്രാമിങ്ങിനെ മാറ്റി നിർത്താണ് നമ്മൾ രക്ഷപ്പെടുന്നത്. അപ്പൊ അതില് സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 45-ാമത്തെ പേജിൽ ഇങ്ങനെ ഒരു ചാപ്റ്റർ ഉണ്ട്, രഹസ്യം ഉപയോഗിക്കുന്നത് എങ്ങനെ. ഓക്കെ, അതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, നിങ്ങൾ ഒരു സൃഷ്ടാവാണ്. അല്ലെ, നമ്മൾ ഇതുവരെ കേട്ടിരിക്കുന്ന കാര്യം എന്താണ്? നമ്മളെ സൃഷ്ടാവ് എന്ന് പറഞ്ഞ ദൈവമാണ്. അതിന് മാറ്റമൊന്നുമില്ല. നമ്മുടെ സൃഷ്ടാവ് എന്തായാലും ദൈവം തന്നെയാണ്. അവിടെ ഒരു ശക്തിയുണ്ട്. ആ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു കഴിവുണ്ട്. അത് നിങ്ങളൊരു സൃഷ്ടാവാണ്. ഫോർ എക്സാമ്പിൾ, ഈ ചായ, ഇപ്പൊ ഞാൻ കുടിക്കുന്ന ചായ കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഇത് ദൈവം ഉണ്ടാക്കിയതല്ല. ദൈവം നമുക്ക് സൃഷ്ടിക്കാനുള്ള കഴിവ്, ഈ ഗ്ലാസ് ദൈവം ഉണ്ടാക്കിയിരിക്കുന്നതല്ല. ഞാനും നിങ്ങൾ സംസാരിക്കുന്ന ഈ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ക്യാമറ അല്ലെങ്കിൽ മൊബൈൽ ഫോണൊക്കെ മനുഷ്യനുണ്ടാക്കിയിരിക്കുന്നതാണ്. എങ്ങനെ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്? ഒരാള് എന്ത് ചെയ്യും? അയാളുടെ ഒരു സ്വപ്നങ്ങളുടെ സംഭവം വരും. ലൈക്ക് ഇന്ന് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കുക. നിങ്ങൾ ടെക് ന്യൂസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ടു പോകുന്ന സംഭവങ്ങൾ. ഓക്കെ, മിനിയാന്ന് ഞാൻ എൻ്റെ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കിയോളോ സെറ്റ് സിസ്റ്റം, ഒരു ഫിലിം പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്ന പോലെ. ഓക്കെ, ഇറ്റ് വിൽ ഓൺലി ടേക്ക് ലെസ് ദാൻ 2 minutes. എനിക്ക് ആ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ 2 minute ആണ് ഉണ്ടായിരുന്നത്, വേണ്ടി വരുന്നത്. ഓക്കെ, ഞാനതൊരു ഡിസൈനറെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ചിലപ്പോൾ 2 ദിവസം എടുക്കും. അപ്പൊ നമ്മൾ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ് ChatGPT അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ, ഇങ്ങനത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇതൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരാളുടെ സ്വപ്നമായിരുന്നു. ആ സ്വപ്നത്തിലേക്ക് അയാൾ നമ്മളെ ഡിഫറൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ, അയാൾ ആ സ്വപ്നത്തിലേക്ക് വേണ്ടിയിട്ട് ഇറങ്ങും. അപ്പൊ ഒരാളുടെ ലൈഫിൽ അയാൾക്ക് സക്സസ് ആവണമെങ്കിലും സാധാരണ ആളുകൾ പറയാറുണ്ട് ബിസിനസ് പരാജയപ്പെടും അല്ലെങ്കിൽ ബാക്കിയുള്ള സംഭവങ്ങൾ പരാജയപ്പെടും. ഞാൻ എപ്പോഴും പറയും, ഒരു ബിസിനസ്സും ലോകത്തിൽ ഇന്നേ വരെ പരാജയപ്പെട്ടിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും പരാജയപ്പെട്ട ബിസിനസ് കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ ഇപ്പൊ പറയാം. നൗഫലിന് അറിയോ ഏതെങ്കിലും ബിസിനസ് പരാജയപ്പെട്ടത്? അറിയോ? ആരെങ്കിലും പറഞ്ഞോളൂ, ഞാൻ കറക്റ്റ് ചെയ്തില്ല. പരാജയപ്പെട്ട ബിസിനസ് ആർക്കും വേണമെങ്കിലും പറയാം. നിങ്ങളുടെ എക്സ്പീരിയൻസിൽ പരാജയപ്പെട്ട ബിസിനസ് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, നമുക്കതിപ്പോൾ ഡിസ്കസ് ചെയ്യും. ബഷീർക്കൊക്കെ ഇറങ്ങി പറഞ്ഞോളൂ, ഒരു പരാജയപ്പെട്ട ബിസിനസ് അല്ലെങ്കിൽ പരാജയപ്പെട്ട ബിസിനസിന്റെ ഏതാണ്? നോക്കിയ ബ്രാൻഡ്. ഓക്കെ, നോക്കിയ ബ്രാൻഡ് പരാജയമാകുമ്പോൾ അവിടെ ബിസിനസ് അല്ല പരാജയപ്പെടുന്നത്. അവിടെ നമുക്കറിയാം ആ നോക്കിയ ബ്രാൻഡിന്റെ തലപ്പത്തുണ്ടാവുന്ന ഒരു വ്യക്തിയാണ് പരാജയപ്പെടുന്നത്, അല്ലെ? നോക്കിയ ബ്രാൻഡ് പരാജയപ്പെടുന്ന സമയത്ത് സംസാങ് എന്ന് പറയുന്ന ബ്രാൻഡ് വിജയിക്കുന്നുണ്ട്. ദാറ്റ്സ് മീൻസ് ആപ്പിൾ എന്ന് പറയുന്ന ബ്രാൻഡ് വിജയിക്കുന്നുണ്ട്, ഓപ്പോ എന്ന് പറയുന്ന ബ്രാൻഡ് വിജയിക്കുന്നുണ്ട്. ദാറ്റ്സ് മീൻസ് അവിടെ എന്തല്ല പരാജയപ്പെടുന്നത്? ആ ബിസിനസ് അല്ല പരാജയപ്പെടുന്നത്. പിന്നെ ആരാണ്? ആ ബിസിനസ് കാരനാണ് പരാജയപ്പെടുന്നത്, അല്ലെ? നിങ്ങൾ അവിടെ ഒരു ഹോട്ടൽ പരാജയപ്പെട്ടു, അതേ ഹോട്ടൽ വേറൊരാൾ വിജയിപ്പിക്കുന്നത് കാണാം. അതേ സ്ഥലത്ത് അതേ ഹോട്ടൽ, അല്ലെ? നമ്മളിങ്ങനെ പറയും, ഓ അത് ഗൾഫിൽ പോയിട്ട് അത് രക്ഷപ്പെട്ടു, അങ്ങനെ രക്ഷപ്പെട്ടു. അവിടെ ഒരു പൊട്ടി കിടക്കുന്ന സ്ഥാപനം, അത് ഇയാളെ ഏൽപ്പിച്ചതിന് ശേഷം അയാളെ ഭാഗ്യം കൊണ്ട് എന്ത് ചെയ്തു? അയാൾ ആ ഹോട്ടൽ അങ്ങോട്ട് ഏറ്റെടുത്തിട്ട് ഭയങ്കര പൈസക്കാരനായിനോ? അയാളെ ഭാഗ്യം കൊണ്ടല്ല, അയാൾ എന്ത് ചെയ്തു? ആദ്യം ചെയ്ത ആളിൽ നിന്നും സിസ്റ്റമാറ്റിക് ആയിട്ട് അയാൾ ചെയ്തു. അങ്ങനെ ലോകത്തിൽ ഏതൊരു സമ്പത്ത് നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിലും അതിന്റെ ഹെഡ് ടേബിളിലുള്ള ആളുകളുടെ ചിന്താ രീതിയിൽ മാറ്റം വരാത്തതുകൊണ്ട് ആ ഒരു പ്രക്രിയ പരാജയപ്പെടാം. നിങ്ങൾ ലോകത്തിൽ ഏതൊരു വ്യക്തിയും
ഒരേ കാര്യത്തിൽ അയാളുടെ ഗോളുകൾക്ക് വേണ്ടി ഒരേ കാര്യത്തിൽ അതിൽ നിന്ന് ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യാതെ അതിൽ തന്നെ ഇത് ചെയ്യുകയാണെങ്കിൽ കിട്ടും. ഇറ്റ്സ് മൈ ലൈഫ് എക്സ്പീരിയൻസ് ഓൾസോ. ഓക്കെ, കഴിഞ്ഞ 6 വർഷമായിട്ട് നമ്മൾ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഓക്കെ, ഇപ്പോഴും ഞാൻ അതിന്റെ 100% റിസൾട്ടിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ ഇനി വരുന്ന കുറച്ച് സമയങ്ങളിലുള്ളിൽ അല്ലെങ്കിൽ ഇപ്പം നമ്മളുടെ ഒരു ബിസിനസ്സിലേക്ക് ഒരു ചെറിയൊരു സ്ട്രഗ്ലിങ്ങോ കാര്യങ്ങളോ ഉണ്ടായി കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ട് നമുക്ക് ഇത് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും, എത്ര നമുക്ക് ഗ്രോത്തിലേക്ക് പോകാൻ പറ്റും, എങ്ങനെയാണ് ഒരു അടുത്ത ജൂലൈയിൽ ഈ മാസത്തിൽ സംഭവിക്കേണ്ടത്, എന്താണ് ജൂണിൽ സംഭവിക്കേണ്ടത്, ഇതിനൊരു ഒരു 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 ബേസിക് ഒരു ഫോർമുല നമുക്കുണ്ട്. ഓക്കെ, ഈ അടുത്തിടെ ഞാൻ തന്നെ പാർട്ണർഷിപ്പുള്ള ബിസിനസ് ഉണ്ട്. അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞു, ഓക്കെ, ഞാൻ എപ്പോഴും പറയും യു ഡോണ്ട് വർക്ക് ഫോർ യുവർ ഗോൾ. നിങ്ങൾ നിങ്ങളുടെ ഗോളുകൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യരുത്. പകരം എന്ത് ചെയ്യാം, സെറ്റ് എ സിസ്റ്റം ഫോർ ദാറ്റ്. നിങ്ങൾ ആ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള സിസ്റ്റമാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ വിശ്വാസത്തിലേക്ക് എത്തണമെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഗോളുകളിലേക്ക് എത്തണമെങ്കിൽ ഇന്നയൊക്കെ സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ എത്തുള്ളൂ നിങ്ങൾക്കറിയാം. ഓക്കെ, ഞാൻ മിനിയാന്നല്ല ഈ ലാസ്റ്റ് വീക്കിൽ ഞാൻ ഇതേപോലെ കൊച്ചിയിലുള്ള ഒരു ക്ലയന്റ് ഉണ്ട്. ആ ക്ലയന്റിന് വേണ്ടി കൺസൾട്ടിങ് ഇരുന്നേന്. അപ്പൊ അയാളോട് ഞാൻ പറയും, ഒരു സ്റ്റാഫിന്റെ ഒരു കാര്യം പറഞ്ഞു കൊടുക്കും, സർ നിങ്ങൾ സ്റ്റാഫിന് ഇങ്ങനെ ട്രെയിനിങ് കൊടുക്കണം. അപ്പൊ അദ്ദേഹം പറയും, അത് ഞാൻ ചെയ്തു നോക്കിയാണ്, അത് പരാജയപ്പെട്ടു. അപ്പൊ അടുത്തത് പറയും, അത് ഞാൻ ചെയ്തു നോക്കിയാണ്, അത് പരാജയപ്പെട്ടു. അപ്പൊ ഞാൻ അടുത്തത് പറയും, അതും ഞാൻ ചെയ്തു നോക്കിയാണ്, ഞാൻ പരാജയപ്പെട്ടു. പിന്നെ സ്റ്റെപ്പ് പറയും, അതും ഞാൻ ചെയ്തു നോക്കിയാണ്, പരാജയപ്പെട്ടു. ലാസ്റ്റ് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളത് ചെയ്ത് നോക്കിയപ്പോ പരാജയപ്പെട്ട കാര്യമാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ പറയുന്നത് നിങ്ങളത് ചെയ്ത് നോക്കിയപ്പോ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നതിനെ കുറിച്ച് പഠിക്കാനാണ്. ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്തിരുന്നത്, നിങ്ങൾ ചെയ്തിരിക്കുന്ന കാര്യം പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ചെയ്തിരിക്കുന്ന രീതിയെ മാറ്റി ആ കാര്യം പരാജയപ്പെടുന്നുള്ള സാർ അതിന്റെ അർത്ഥം. ഓക്കെ, അതല്ല പരാജയപ്പെട്ടിരിക്കുന്നത്, നിങ്ങൾ ചെയ്തിരിക്കുന്ന ആ രീതിയാണ് പരാജയപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടതാണ്, നിങ്ങൾ ചെയ്തിരിക്കുന്ന രീതിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇതിലിപ്പം ഹഫ്നിസ എന്ന് പറഞ്ഞ ഒരാൾ എന്ത് ചെയ്തു, ഒരു ദിവസം ബിരിയാണി ഉണ്ടാക്കി, അത് പരാജയപ്പെട്ടു. അതിന്റെ അടുത്ത് ഇനി ബിരിയാണി ഉണ്ടാക്കുമ്പോഴൊക്കെ പരാജയപ്പെടുന്നതാണോ? ആ ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ അതിന്റെ ഏതോ ഒരു ഇൻഗ്രീഡിയൻസ് കൂടി, ചിലപ്പോൾ കുറച്ച് ഉപ്പ് കൂടിയതായിരിക്കും, ചിലപ്പോൾ ബിരിയാണി മസാലയുടെ പ്രശ്നമായിരിക്കാം, ചിലപ്പോൾ അരിയുടെ പ്രശ്നമായിരിക്കും, ചിലപ്പോൾ തീ കൂടിയതായിരിക്കും. ദർ ഇസ് എ റീസൺ ഫോർ ദാറ്റ്. എന്തുകൊണ്ട് അത് പരാജയപ്പെട്ടു? വാട്ട്സ് എ റീസൺ ബിഹൈൻഡ് ദാറ്റ്? അല്ലെ, നമ്മൾ ചോദിക്കേണ്ടതാണ്, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ഫൈൻഡ് ദ ആൻസർ, ദെൻ കറക്റ്റ് ദ പാരാമീറ്റേഴ്സ്. എന്താണ് ആ പാരാമീറ്റേഴ്സ്? അത് അല്ലാതെ അത് പരാജയപ്പെടുന്നതല്ല. നിങ്ങൾ ചെയ്യുന്ന വേ പരാജയപ്പെട്ടു, നിങ്ങൾ ചെയ്യുന്ന വേ ആണ് പരാജയപ്പെട്ടിരിക്കുന്നത്. ആ വേനെ കറക്റ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസിലേക്ക് എന്ത് ചെയ്യണം, നമ്മൾ പോകണം. ക്ലിയർ ആണെന്നുണ്ടോ? എന്നിട്ട് ഇതിൽ പറയാണ്, അലാവുദ്ദീനെയും അത്ഭുത വിളക്കിനെയും കുറിച്ച് ചിന്തിച്ചു നോക്കൂ. എന്താണ് അലാവുദ്ദീന്റെയും അത്ഭുത വിളക്കിന്റെയും കഥ? എന്താണ് അറിയില്ലേ? അലാവുദ്ദീന്റെ അത്ഭുത വിളക്കിന്റെയും കഥ കേട്ട എന്താണ്? സിന്ധു സാറ് ഇവരൊന്നും അല്ലാത്ത കുറച്ച് ആൾക്കാർ പറഞ്ഞേ, വേറെ ആൾക്കാർ പറയട്ടെ. വേറെ ആൾക്കാർ പറഞ്ഞാൽ ക്ലാസ്സിന് മുന്നോട്ട് പോകുള്ളൂ. നിങ്ങൾ അവിടെ ഉണ്ടോ, കേൾക്കുന്നുണ്ടോ ഇല്ലെന്ന് അറിയില്ലല്ലോ. ആർക്കും പറയാം, ഞാൻ ആരും വിളിക്കുന്നില്ല. ഇത് പറഞ്ഞ അതിനാണ്. ആരെങ്കിലും ഒരാൾ പറഞ്ഞ ക്ലാസ് മുന്നോട്ട് പോകും, അല്ലെങ്കിൽ മുന്നോട്ട്. ഇതാണ് പാരഡൈം എന്ന് പറയുന്ന സാധനം. എന്താണ്? ഈ അലാവുദ്ദീന്റെയും അത്ഭുത വിളക്കിന്റെയും കഥ അറിയാത്ത ഇത് കേൾക്കുന്ന ഏകദേശം 32 ആൾക്കാരുണ്ട്. ഒരാള് 31 ആളുകളും അലാവുദ്ദീന്റെയും അത്ഭുത വിളക്കിന്റെയും കഥ പറയാൻ കഥ അറിയുന്ന ആളുകളാണ്. ബട്ട് നോബഡി വിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും ആ വിളക്ക് സാധിച്ചു കൊടുക്കും സാറേ. എന്താണ്? അലാവുദ്ദീൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങളെല്ലാം ആ വിളക്ക് ചെയ്തു കൊടുക്കും. ആരാ ചെയ്തു കൊടുക്കുക? ആ വിളക്ക്, അത്ഭുത വിളക്ക്. അത്ഭുത വിളക്കില് ആരാ ചെയ്തു കൊടുക്കുക? അത്ഭുത വിളക്കാണോ ചെയ്തു കൊടുക്കുക, അതോ വേറെ ആരാ ചെയ്തു കൊടുക്കുക? അത്ഭുത വിളക്കിൽ ഒരു ഭൂതമുണ്ട്. ആ ഭൂതത്തിന്റെ യജമാനാവും നമ്മൾ ആ വിളക്ക് എടുത്തു കഴിയുമ്പോ. അപ്പൊ നമ്മൾ എന്തെല്ലാം ആവശ്യപ്പെട്ടാൽ ആ ഭൂതം നമുക്കത് ചെയ്തു തരും, നമ്മൾ അതിന്റെ യജമാനായതുകൊണ്ട്. ഇത് വർഷങ്ങളായിട്ട് അല്ലെ, കുറെ ഡീക്കേഡുകളായിട്ട്, കുറെ വർഷങ്ങളായിട്ട് തലമുറകൾ കൈമാറി നമ്മളിലേക്ക് എത്തിയിരിക്കുന്ന ഒരു കഥയാണ് അലാവുദ്ദീന്റെയും അത്ഭുത. ഇറ്റ്സ് ലോ ഓഫ് അട്രാക്ഷൻ. ഓക്കെ, ഇറ്റ്സ് വിൽ ട്രൈ ടു ടീച്ചിങ് യു ടു ദ ലോ ഓഫ് അട്രാക്ഷൻ. ആ കഥ നിങ്ങൾ എന്താ പഠിപ്പിക്കുന്നത്? ലോ ഓഫ് അട്രാക്ഷനാണ് പഠിപ്പിക്കുന്നത്. എന്താണ്? അലാവുദ്ദീൻ ആ അത്ഭുത വിളക്കിൽ ഇങ്ങനെ തലോടി കഴിഞ്ഞാൽ ഭൂതം പ്രത്യക്ഷപ്പെടും. ഭൂതം പ്രത്യക്ഷപ്പെടുന്നിട്ട് പറയും, എന്താണ്? താങ്കളുടെ ആഗ്രഹം എനിക്കുള്ള കൽപ്പനയാണ്, നിങ്ങൾ പറഞ്ഞാലും ഓക്കെ ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത്.
ഹൗ കാൻ ഐ ഹെൽപ്പ് യു? ഇയാൾ ചോദിക്കുക എന്താണ്, ഞാൻ എന്താണ് താങ്കൾക്ക് ചെയ്തു തരേണ്ടത്? ഇവിടെ അലാവുദ്ദീൻ ഒരു ലിമിറ്റ് ഉണ്ട്. എന്താണ്? 3 തവണ ഈ വിളക്കിൽ അയാൾക്ക് തടവാൻ പറ്റുള്ളൂ. അതിനുശേഷം ഈ ഭൂതം എന്ത് ചെയ്യും? അപ്രത്യക്ഷമാകും. ബട്ട് നമ്മളുടെ ഉള്ളില് ഇതേപോലൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നിങ്ങളുടെ ഓരോ ആഗ്രഹങ്ങളും ഈ പ്രപഞ്ചത്തിനുള്ള കൽപ്പനയാണെന്നുള്ളത്. നിങ്ങൾ ദൈവത്തിനോട് കൽപ്പിച്ചു കഴിഞ്ഞാൽ ദൈവം നിങ്ങൾക്ക് അത് തരുമെന്നുള്ളതാണ്. ഓക്കെ, ദൈവം നിങ്ങൾക്ക് അത് തരുമെന്നുള്ളതാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ലോകത്തിൽ വളരെ 5% ആളുകൾക്കോ അല്ലെങ്കിൽ 2.5%, 2% ആളുകൾക്ക് മാത്രം അവർ ആഗ്രഹിക്കുന്ന ജീവിതം കിട്ടുന്ന വെച്ചാൽ നമ്മളുടെ പാരാഡൈം, ഞാൻ പറഞ്ഞല്ലോ, ചെറുപ്പം മുതൽ നമ്മൾ കേട്ട് കണ്ട് നമ്മളുടെ മൈൻഡ് സെറ്റിൽ നമ്മൾ കയറ്റി വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇതിനെ മാറ്റുന്ന സമയത്താണ് അതിങ്ങനെ പതിയെ പതിയാണ് പറ്റുക. ഇത് മാറണമെങ്കിൽ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചുകൊണ്ടേ ഇരിക്കണം. ലേൺ അൺലേൺ റീലേൺ ലേൺ. എന്താണ് ലേൺ, അൺലേൺ, റീലേൺ? പഠിക്കുക, മറക്കുക, പഠിക്കുക, പഠിക്കുക, മറക്കുക, പഠിക്കുക. ഒരു സീക്രട്ടിന്റെ ബുക്ക് ഒരു ദിവസം വായിച്ചു. ഞാൻ സീക്രട്ടിന്റെ ബുക്കൊക്കെ വായിച്ചിട്ടുണ്ട്. ഓക്കെ. തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട് സർ. പവർ ഓഫ് നൗ ഞാൻ വായിച്ചിട്ടുണ്ട് സർ. ഓക്കെ. റിച്ച് ഡാഡ് ആൻഡ് പൂർ ഞാൻ വായിച്ചിട്ടുണ്ട് സർ. എന്ത് കിട്ടി വായിച്ചിട്ട്? വായിച്ചവിടെ വെക്കാനുള്ള നമ്മൾ സ്കൂൾ പഠിക്കുന്ന പുസ്തകമല്ല. എഗെയിൻ എടുത്ത് ഇടയ്ക്കിടക്ക് നോക്കുക. എവിടെയാണ് പുതിയ കാര്യങ്ങൾ പഠിക്കുക, പുതിയ യൂട്യൂബ് വീഡിയോസ് കാണുക, പുതിയ ആളുകളെ ഫോളോ അപ്പ് ചെയ്യുക. നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് സക്സസ് ആവണമെങ്കിൽ നിങ്ങൾ ഏത് മേഖലയിലേക്കാണോ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഇങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടേയിരിക്കണം. നിങ്ങൾക്ക് നല്ലൊരു ഷെഫ് ആവണമെങ്കിൽ പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണ്ടേ? നിങ്ങളിപ്പോൾ വീട്ടിൽ ഇങ്ങനെ എന്നും എല്ലാ ദിവസവും നിങ്ങളുടെ വീട്ടില് ഇപ്പൊ ആരാണ് ഷീന മാമിന്റെ വീട്ടിൽ എല്ലാ ദിവസവും ഒരേ ഫുഡാണോ ഉണ്ടാക്കുക? ഒരേ ഫുഡാണോ ഉണ്ടാക്കുക ഷീന മാം? ഷീന എന്ന് പറഞ്ഞ ആളല്ല ഇതില് ഉണ്ട്, അൺമ്യൂട്ട് ചെയ്യാൻ അറിയില്ലായിരിക്കാം മതി. ഓക്കെ, നിങ്ങളുടെ വീട്ടിലൊക്കെ എല്ലാ ദിവസവും ഒരേ ഫുഡാണോ ഉണ്ടാക്കുക? യെസ് ഓർ നോ? ഒന്ന് കമന്റ് ചെയ്തേ. യെസ് ഓർ നോ? അല്ല, വെറൈറ്റി ഫുഡ് ഉണ്ടാക്കും. വെറൈറ്റി ഫുഡ് ഉണ്ടാക്കും. എന്തിനാണ് ഈ വെറൈറ്റി ഫുഡ് ഉണ്ടാക്കുന്നത്? ഒരേ ഫുഡ് തന്നെ ആകുമ്പോ മടുക്കുന്ന കാരണം. ഒരേ ഫുഡ് തന്നെ ആകുമ്പോ നിങ്ങൾക്ക് മടുക്കുന്ന കാരണം അല്ലേ? നമ്മുടെ വർക്കോ നമ്മൾ ഒരേ രീതിയിലുള്ള വർക്കാണ് ചെയ്യാച്ചെങ്കിലോ മടുപ്പ് വരും. മടുപ്പ് വരും അല്ലേ? മടുപ്പ് വന്നിട്ടില്ലെങ്കിലും അതിൽ എന്തുണ്ടാവില്ല? പുരോഗതി ഉണ്ടാവില്ല അല്ലേ? നിങ്ങൾക്കൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവില്ല. അപ്പൊ അതിന്റെ അപ്ഡേഷൻസും അതിന്റെ കാര്യങ്ങളും നിങ്ങൾ ഏത് മേഖലയിലാണോ അതിലേക്ക് സൂപ്പർ ഫോക്കസ് ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ശ്രമിക്കണം. അപ്പൊ അതിന്റെ ഏറ്റവും ബേസിക്കലി ഞാൻ അതിന്റെ ഏറ്റവും ബേസിക്കലി പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, നിങ്ങളൊരു കാര്യത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നിങ്ങളെ പിന്നിലേക്ക് വലിക്കുന്ന ഒരു ഫിയർ ഫാക്ടർ ഉണ്ടാവും. ഫൈൻഡ് ദാറ്റ്. ആ ഫിയർ ഫാക്ടറിനെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യാം. അയ്യപ്പനും കോശിയും എന്ന് പറയുന്ന ഒരു ഫിലിമുണ്ട്. എത്ര പേര് കണ്ടിട്ടുണ്ട് അയ്യപ്പനും കോശിയും? കണ്ടിട്ടുണ്ട്. കുറെ ആൾക്കാർ കണ്ടിട്ടുണ്ട്. അത് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ആ ഡയലോഗ് ഇങ്ങനെയാണ്: ഓക്കെ, നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പം അതിന്റെ എക്സ്ട്രീം ലെവലിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. എന്താണ് എക്സ്ട്രീം ലെവല്? എന്നെ തൂക്കിക്കൊല്ലൊന്നുമില്ലല്ലോ, നമ്മൾ പറയാറില്ലേ, എന്നെ തൂക്കിക്കൊല്ലൊന്നുമില്ലല്ലോ. മാക്സിമം ഇത് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം എൻ്റെ ലൈഫിൽ എന്താണ് സംഭവിക്കുക? ആ സംഭവത്തിനെ ഫേസ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ ലൈഫിൽ നമുക്ക് എന്ത് ചെയ്യും? ഏത് കാര്യത്തിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഞാൻ ഈ എടുക്കുന്ന ആക്ഷൻ കൊണ്ട് അതിന്റെ മാക്സിമം എഫക്റ്റ് എന്തായിരിക്കും? ഞാൻ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ എത്രയായിരിക്കും ആ പരാജയത്തിന്റെ വെയിറ്റ്? എത്രയായിരിക്കും? വിജയിച്ചു കഴിഞ്ഞാൽ മാത്രമുള്ളതല്ല, പരാജയപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഞാൻ എങ്ങനെ അതിനെ മാനേജ് ചെയ്യും? അതൊരു ബേസിക് ഒരു ഐഡിയ ഉണ്ടായി കഴിഞ്ഞാൽ, ഒരു പ്ലാൻ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ബാക്ക്വേർഡ് മാറി ഫോർവേഡ് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. എന്നാൽ പ്രതീക്ഷിക്കാതിരിക്കും ചെയ്യരുത്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് നിങ്ങൾ ചെയ്തപ്പോൾ കിട്ടിയിട്ടില്ലെങ്കിൽ ഇതിന്റെ അർത്ഥം നിങ്ങൾ ചെയ്ത പ്രവർത്തിക്ക് റിസൾട്ട് കിട്ടുക എന്നല്ല. നിങ്ങൾ ചെയ്തിരിക്കുന്ന ആ വേ ഉണ്ടല്ലോ, ആ മെത്തേഡ് ഉണ്ടല്ലോ, അതിലെന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അത് കറക്റ്റ് ചെയ്യണം. അതിങ്ങനെ ബൈ പ്രാക്ടീസ് കറക്റ്റ് ചെയ്യുന്നതിനാണ് നമ്മളെ എക്സ്പീരിയൻസ് എന്ന് പറയാം. എക്സ്പീരിയൻസ് എന്ന് പറയും. ഇപ്പം എൻ്റെ മുമ്പിൽ ഒരാൾ വന്നിട്ട് അയാളുടെ ടീം മെമ്പേഴ്സിന്റെ ഇഷ്യൂസ് എന്ത് പറയുകയാണെങ്കിലും എനിക്ക് വളരെ ഈസി ആയിട്ട് അവരോട് ഒരു 10-20 മിനിറ്റ് മീറ്റിംഗിൽ ഞാൻ അവരോട് പറയും,
സർ അവർ പറയുന്ന ഇഷ്യൂസ്, സർ ഞാൻ ഈ ഒരു 4 സ്റ്റെപ്പിലൂടെ നിങ്ങൾ ഈ പ്രോബ്ലംസ് 100% സോൾവ് ചെയ്ത് തരും, ഗ്യാരണ്ടി ആണ്, ഒരു ഡൗട്ടും വേണ്ട, സാർ ഈ പറഞ്ഞിരിക്കുന്ന പ്രോബ്ലംസ് ഒക്കെ എനിക്ക് സോൾവ് ചെയ്ത് തരാൻ പറ്റും. ഓക്കെ, എന്റെ മുമ്പിൽ ഒരു ബിസിനസ് കൊണ്ടുവരാണെങ്കിൽ ആ ബിസിനസ്സുകാരൻ ഞാൻ 3 മാസമാണ് അവരോട് പറയുന്നത്. എത്ര സമയം എടുക്കും സർ? ഞാൻ പറയും 3 മാസം ആണ് നോർമൽ ടൈം, ചിലപ്പോൾ 2 മാസം കൊണ്ട് ചെയ്തു തരാൻ പറ്റും. ഇന്നലെ ഇപ്പൊ ഞാനൊരു സിറ്റിംഗ് നിന്നിട്ടുണ്ടായിരുന്നു സൗദിയിലുള്ള ഒരാൾ. അപ്പൊ അയാളോട് എത്ര സമയം എടുക്കും? ഞാൻ പറഞ്ഞു ഇറ്റ്സ് വിൽ ഓൺലി ടേക്ക് 2 months. 2 months കൊണ്ട് സിസ്റ്റം ആക്കി തരും. അപ്പൊ 2 months കൊണ്ടൊക്കെ സിസ്റ്റം ആക്കാൻ സാധിക്കുമോ? ലാസ്റ്റ് എനിക്കൊന്നൊരു ഫീഡ്ബാക്ക് ഉണ്ട്, അവരുടെ കേരളത്തിൽ നിന്ന് വളരെ ഫേമസ് ആയിട്ടുള്ള ടീം ഒരുപാട് കാലം ട്രൈ ചെയ്തിട്ട് പരാജയപ്പെട്ടതായിരുന്നു. ഇവർ വരുന്ന സമയത്തും ഞാൻ വിശ്വസിച്ചിട്ടില്ല. അയാൾ പറയാണ് ഞാൻ വിശ്വസിച്ചിട്ടില്ല, പാരാഡൈമാണ്. കാരണം മുമ്പൊരു ടീം വന്ന് പരാജയപ്പെട്ടു പോയതാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ പാലക്കാട് ഒരു ബിസിനസ് ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പൊ അയാളും പറഞ്ഞു മുമ്പ് ഞങ്ങൾ ടീമിന് കൊടുത്ത് പരാജയപ്പെട്ടതാണ്. അപ്പൊ അയാൾക്ക് കുറെ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ഹാപ്പി അല്ലെങ്കിൽ വിത്തിൻ 1 week യു ക്യാൻ ടൈം, നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് പറയാം. എങ്ങനെയാണ് ഞാൻ ആ 3 മാസം കൊണ്ട് ഈ സിസ്റ്റം ആക്കി കൊടുക്കുന്നത് എന്നറിയാം? 3 മാസം കൊണ്ട് എൻ്റെ എത്ര വർഷത്തെ ഒരേ കാര്യങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് വെച്ച് കഴിഞ്ഞ 6 വർഷങ്ങളായിട്ട് ഞാൻ ഈ ബിമാജിക് ടേബിൾ ടോക്ക് കമ്മ്യൂണിറ്റിയിൽ പഠിച്ച കാര്യമാണ് ഇപ്പൊ ഞാൻ ബിസിനസ് ആക്കുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ബിമാജിക്കിന്റെ ഇപ്പൊ നൗഫലിനോ അല്ലെങ്കിൽ ആർക്കൊരു ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റസാസ് സാർക്ക് ഒരു ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു റിസൾട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത് കാണാൻ പറ്റും അല്ലേ? ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നില്ലേ? ഇത് തന്നെയാണ് ഞാൻ ബിസിനസ് ആക്കി ചെയ്ത് കൊടുക്കുന്നത്. അവരുടെ ബിസിനസിന്റെ റിസൾട്ട് ഇതേപോലെ ഓട്ടോമാറ്റിക് ആയിട്ട് അവർക്ക് കിട്ടും. ഓരോ സ്റ്റാഫിന്റെ കാര്യങ്ങൾ ഓട്ടോമാറ്റിക്, അപ്പൊ അവർ ഹാപ്പിയാണ്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ അതെങ്ങനെയാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്? ഒരു സമയത്ത് ഞാൻ 2023 ഡിസംബറിൽ ഇപ്പൊ മുഫീദയും അജിഷയും ഗോപിയൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന കാര്യമാണ്. ഞങ്ങൾ എല്ലാവരും അടങ്ങുന്ന ഒരു ടീമിൽ ഞാൻ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ഉണ്ടായിരുന്നു, ഒരു പാർട്ണർഷിപ്പ് ബിസിനസ്. ഓക്കെ, ആ പാർട്ണർഷിപ്പ് ബിസിനസ് ഞാൻ നിർത്താനുള്ള കാരണം അത് ഈ എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾക്ക് അഡ്മിഷൻ എടുത്തെടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട കാര്യമായിരുന്നു. അപ്പൊ അതിൽ ഒരുപാട് ഇങ്ങനെ പേയ്മെന്റിന്റെ വിഷയങ്ങൾക്ക് അപ്പുറത്തേക്ക് ആളുകളുടെ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. ഓക്കെ, കോളേജുകൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സർവീസ് കൊടുക്കുന്നില്ല, നമ്മളുടെ അണ്ടറിലല്ലാത്ത കുറെ കാര്യങ്ങൾ വരാൻ തുടങ്ങി. അപ്പൊ ഒരു ഡേയില് ഞാൻ ഇവരോട് അനൗൺസ് ചെയ്യാണ്, ഞാനിപ്പോൾ ചെയ്യുന്ന ഈ ബിസിനസ്സിനെ ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. നെക്സ്റ്റ് എന്താന്ന് എനിക്കറിയില്ല, പക്ഷെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ ബിസിനസ്സിലേക്ക് എൻ്റർ ആവും, നമ്മൾ കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ ഞങ്ങൾ പല ചർച്ചകൾ നടത്തി ബിസിനസ് ഭയങ്കര സ്ട്രഗ്ലിങ്ങിലേക്ക് പോയി. സാലറി പെൻഡിങ് വന്നു. അപ്പൊ ഞാൻ അവരോട് പറയും സാലറി പെൻഡിങ് വരാം, ബട്ട് കുറച്ചൊക്കെ പൈസ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് തരും, നിങ്ങളും കൂടെ അതിന്. അപ്പൊ അവരെൻ്റെ ടീം എൻ്റെ കൂടെ നിന്നു. അജിഷ ആണെങ്കിലും മുഫീദ് ആണെങ്കിലും ഗോപിക്കാണെങ്കിലും എൻ്റെ ഒരു ടീം എന്ത് ചെയ്തു, എൻ്റെ കൂടെ നിന്നു. അവിടുന്ന് ഞങ്ങൾ മെയ്ക്ക് ചെയ്യാണ്, ഒന്നുമില്ലാത്തൊരു സ്ക്രാച്ചിൽ നിന്ന് കൊണ്ട് മെയ്ക്ക് ചെയ്യാണ്. ഞങ്ങൾ ആദ്യം 1000 രൂപേന്റെ കോഴ്സ് വെച്ചു. ഓക്കെ, ഇതിൽ തന്നെ ചില ആളുകളൊക്കെ അറ്റൻഡ് ചെയ്ത ആളുകളുണ്ടാവും. പിന്നെ 2000 രൂപേന്റെ കോഴ്സ് വെച്ചു. ഓക്കെ, പിന്നെ അത് 3000 രൂപയിലേക്ക് മാറ്റി, പിന്നെ 5000 രൂപയിലേക്ക് മാറ്റി, പിന്നെ അത് 10000 രൂപയിലേക്ക് പോയി, പിന്നെ 15000 പോയി, പിന്നെ അത് 20000 പോയി, പിന്നെ അത് 25000 പോയി, പിന്നെ അത് 30000 പോയി. ഇപ്പോൾ ഓൾമോസ്റ്റ് ഞങ്ങൾ 1 മന്തിലേക്ക് ചാർജ് ചെയ്യുന്നത് 30000 രൂപയാണ്. ഓക്കെ, ടേബിൾ ടോക്ക് ഒക്കെ ഞങ്ങൾ 4000 രൂപക്കാണ് പെർ മന്ത് ചെയ്തിരുന്നത്. ടേബിൾ ടോക്കിനെ ഇപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 3 മാസത്തേക്ക് 1 lakh rupees-ലായിരിക്കും. എങ്ങനെയാണ് ഇത് ചെയ്യാനുള്ള കോൺഫിഡൻസ് നമുക്ക് കിട്ടുന്നത് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ലേണിംഗ് ആണ്. എല്ലാ ദിവസവും കുറച്ച് സമയം, ഒരു 1 hour എങ്കിലും എൻ്റെ സ്കില്ലുകൾ ഇമ്പ്രൂവ് ചെയ്യാതെ ഞാൻ കിടന്നുറങ്ങാറില്ല. ഓക്കെ, ഇന്നലെ ഞാൻ ഓഫീസിൽ പോയിട്ടില്ല, ബട്ട് ഞാൻ എൻ്റെ ഒരു സ്കിൽ ഇമ്പ്രൂവ് ചെയ്തു. എൻ്റെ വൈഫിൻ്റെതായിട്ട് ബന്ധപ്പെട്ട സുംബൻ്റെ ഒരു കാര്യങ്ങൾ ഓട്ടോമാറ്റിക് രീതിയിലേക്ക് അങ്ങനെ വരാൻ പറ്റും. അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഇപ്പൊ എന്താണോ ചെയ്യുന്നത് അതിന്റെ ഏറെക്കുറെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെ ഇത് ലേൺ ചെയ്തിരിക്കുന്നത്? ത്രൂ യൂട്യൂബ്, ത്രൂ ChatGPT. നിങ്ങളുടെ മുമ്പിലുണ്ടാവുന്ന അവസരങ്ങളെ നിങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു അതിനനുസരിച്ച് നിങ്ങളുടെ ലൈഫ് ഇമ്പ്രൂവ് ആവും. കൂടുതൽ എന്ത് ചെയ്യാം, പഠിക്കാൻ തയ്യാറാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ തന്നെ ചെയ്തൊരു വീഡിയോ ഉണ്ടാവും, നിങ്ങൾക്ക് ടൈമിന്റെ ഒരു സംഭവങ്ങൾ കാണാൻ പറ്റും. ആ വീഡിയോയിൽ അല്ലെങ്കിൽ ഇന്നലെ ബിമാജിക്കിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് എത്ര പേര് ഫോളോ ചെയ്യുന്നുണ്ട് അറിയാം. ബിമാജിക് അല്ലെങ്കിൽ ഞങ്ങളുടെ പേജുകളൊക്കെ ഒരുപാട് ഇൻഫർമേഷൻസ് ഇടാറുണ്ട്, ഇല്ലാത്ത ആളുകൾക്ക് അത് ഫോളോ ചെയ്യാം. ആ ബിമാജിക്കിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇന്നലെ പോയിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, ഇത്ര പേര് കണ്ടിട്ടുണ്ട് അറിയില്ല. അതിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ അറിവിന്റെ വെയിറ്റ് എത്രയാണോ അതായിരിക്കും നിങ്ങളുടെ വരുമാനം. വളരെ സിമ്പിളാണ്. അത് നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാകുന്ന സംഭവമല്ല. നിങ്ങളുടെ അറിവിന്റെ വെയിറ്റ് എത്രയാണോ അതായിരിക്കും നിങ്ങളുടെ വരുമാനം എന്ന് പറയുന്നത്. അത് സ്കൂളിൽ നിന്ന് കിട്ടുന്ന സംഭവമല്ല, കോളേജിൽ നിന്ന് കിട്ടുന്ന സംഭവമല്ല.
ത്രൂ എക്സ്പീരിയൻസ്. നിങ്ങൾക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള നിങ്ങളുടെ സ്കിൽ എത്രയാണോ അതായിരിക്കും നിങ്ങളുടെ വരുമാനം. ക്ലിയർ ആണെന്നുണ്ടോ? ഓക്കെ. ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു ഹാർഡ്വെയർ, ഞാൻ ഹാർഡ്വെയർ ഒക്കെ ചെയ്യുമ്പോൾ ഒരു കമ്പ്യൂട്ടർ നന്നാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആകെ കിട്ടുക എന്ന് പറയുന്നത് ഒരു 300 രൂപ, 500 രൂപ, 1000 രൂപ ആയിരിക്കും. പക്ഷെ ഒരു ഹാർഡ് ഡിസ്കിലെ ഡാറ്റ നഷ്ടപ്പെട്ടു. ആ ഹാർഡ് ഡിസ്കിൽ നിന്ന് ഡാറ്റ എടുക്കുന്നതിന് 1 KB 10 പൈസ വെച്ച് വാങ്ങുന്ന ഒരാൾ എനിക്കറിയാം. 1 KB പറയുമ്പോൾ 10 പൈസേനെ ഉള്ളൂ പറയുമ്പോൾ. ഒരു ബാങ്കിലെ ഡാറ്റ അവൻ ആകെ ഒരു വർഷത്തിൽ ഒരു വർക്കേ ചെയ്യുള്ളൂ പറയും. ഓക്കെ. അവർ റിക്കയർ ചെയ്യുന്ന സംഭവം ചിലപ്പോൾ 100 GB 200 GB ആണ്. അവൻ ചിലപ്പോൾ 40 ലക്ഷം 50 ലക്ഷം രൂപ എന്ത് ചെയ്യും? ആ ഒരൊറ്റ വർക്ക് കൊണ്ട് കിട്ടും. വർഷത്തിൽ ഒരു വർക്കൊക്കെ അവന് വരുള്ളൂ. ആ ഒരു വർക്കിന്ന് അവൻ എന്ത് ചെയ്യും? 40 ലക്ഷം രൂപ 50 ലക്ഷം രൂപയൊക്കെ ഉണ്ട്. കാരണം എന്താ? അവന്റെ അറിവിന്റെ സാധനം കൂടുതലാണ്. ആളുകൾ പേ ചെയ്യുക അവരുടെ കാര്യങ്ങളുടെ അവരുടെ വാല്യൂ കൂട്ടി കൊടുക്കുമ്പോൾ അവർ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ തയ്യാറാവും. ഓക്കെ. അവരുടെ വാല്യൂ കൂട്ടി കൊടുക്കുമ്പോൾ അവർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പേയ്മെന്റ് ചെയ്യും. അവരുടെ എത്ര വലിയ പ്രോബ്ലം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുമോ അത്രയും നിങ്ങളുടെ വരുമാനം കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെയാണ്. സോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ആ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിലേക്ക് പോകുന്ന സമയത്ത് എന്താണ് നിങ്ങളെ ബാക്കിലേക്ക് വലിക്കുന്ന ഫിയർ, എന്താണ്? ഫൈൻഡ് ദാറ്റ്. ഓക്കെ. ആ ഫിയറിനെ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? അതിൽ ഫസ്റ്റ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന സാധനം അഫർമേഷൻ ആണ്. സെക്കൻഡ് കൊടുക്കാൻ പറ്റുന്ന സാധനം വിഷ്വലൈസേഷൻ ആണ്. ഓക്കെ. അഫർമേഷൻ കൊടുക്കുക, ഓപ്പോസിറ്റ് ആയിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് എന്താണ് ഇത്? ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ സ്കിൽ കുറവുള്ള പ്രോബ്ലം ഒരാളാണെങ്കിൽ അയാൾ എപ്പോഴും പറയാം എന്താണ് പിന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ എക്സ്പേർട്ട് ആണ്, അല്ലെങ്കിൽ എൻ്റെ ലാംഗ്വേജ് സ്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ. കമ്പ്യൂട്ടർ നോളജ് കുറവുള്ള ഡ്രൈവിംഗ് സ്കിൽ, ആ സ്കില്ലിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾ ഒരു പ്രോ ഡ്രൈവർ ആയിരിക്കുന്നത്, ഡു ദ സെയിം. കൺസിസ്റ്റന്റ് ആയിട്ട് ആക്ഷൻസ് ഇട്ടുകൊണ്ടേ എടുക്കുക. ഓക്കെ. അപ്പൊ നിങ്ങൾ വൺ ടൈം എന്ത് ചെയ്യും? എക്സ്പേർട്ട് ആവും. ഓക്കെ. എവരി എക്സ്പേർട്ട് വൺസ് എ ബിഗിനർ. ഓക്കെ. എല്ലാ എക്സ്പേർട്ടുകളും ഒരിക്കലും എന്തായിരുന്നു? തുടക്കക്കാരായിരുന്നു. അപ്പൊ അതിൽ നിന്ന് എന്ത് ചെയ്യുക? കൂടുതൽ അതിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാവുക. അങ്ങനെ നിങ്ങൾ തയ്യാറായിട്ട് ആക്ഷൻസ് എടുക്കുമ്പോൾ നിങ്ങൾ ആ പാരഡൈം മാറ്റുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ടിലേക്ക് എത്താൻ സാധിക്കും. അങ്ങനെ എല്ലാവർക്കും റിസൾട്ടിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. Okay. Thank you, sir. Thank you so much. എന്താണ് ടീം നിങ്ങളുടെ ഒരു ഡൗട്ട്സോ അല്ലെങ്കിൽ എന്താണ് ഇന്നത്തെ സെഷനിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടായിരുന്നോ ആർക്കെങ്കിലും? ഹലോ, മുസ്തഫ സർ മ്യൂട്ടാണ്, സംസാരിക്കുന്നുണ്ടായിരുന്നോ? സർ മ്യൂട്ടാണ്. മാജിക് മോർണിംഗ്. കുറെ കൂടി കാര്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു ലോ ഓഫ് അട്രാക്ഷൻ. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. ഓക്കെ. താങ്ക് യു മൂർത്തി സർ. താങ്ക് യു സോ മച്ച്. പുതിയ ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മുന്നോട്ട് വന്നിട്ട് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് അറിയിക്കാമോ? ഹലോ. യെസ്, ജാസ്മിൻ മാം പറഞ്ഞോളൂ. എനിക്ക് ഇതിന് ഡൗട്ടല്ല, എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. മുസ്തഫ സാർ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അൺമ്യൂട്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്തോ. ജാസ്മിൻ മാം പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞ സാറ് ഇത് പറയുന്നുണ്ടല്ലോ, നമ്മള് ഒരു ബിസിനസ്സും തോറ്റു പോയിട്ടില്ല, പിന്നെ പൊട്ടിപ്പോയിട്ടില്ലെന്ന് പറയുന്നുണ്ട് ബിസിനസ്. കാരണം അതില് ചന്ദ്രൻ ഒരു സാറ് പറയുന്നുണ്ടല്ലോ, നോക്കിയ എന്നൊരു സംഭവം പോയെന്നുള്ളത്. ഹലോ, കേൾക്കാമോ? അപ്പൊ സാർ പറയുന്നുണ്ട് നോക്കിയ എന്നൊരു ബിസിനസ് ശരിക്കും പറഞ്ഞാൽ അത് പൊട്ടിപ്പോയതാണെന്ന്. ശരിക്കും പറഞ്ഞാൽ നോക്കിയ എന്ന് വെച്ചാൽ ഒരേ റൗണ്ടിൽ കറങ്ങിക്കൊണ്ട് നിന്നായിരുന്നു. ഒരു അപ്ഡേഷൻ അതിന് ഒരിക്കലും വന്നിട്ടില്ല. അത് ഒരു ഉയർന്നു വന്നിട്ട് അതേ രീതിയിൽ തന്നെ ആ ഒരു ബിസിനസ് കൊണ്ടുപോയി. ഒരിക്കലും ആ നോക്കിയ വളർന്നിട്ടില്ല. അത് വീണ്ടും അവര് വന്നില്ല. അപ്പോഴാണ് ബാക്കിയുള്ള എല്ലാ ഇതും വന്നത്, സാംസങ്ങും ഒക്കെ ഉള്ളത്. പക്ഷെ ഒന്ന് സ്പിൻ ചെയ്ത് കറങ്ങിയെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവര് വീണ്ടും ഉയരത്തിലോട്ട് പോയേനായിരുന്നു. എനിക്ക് ശരിക്കും അതാണ് തോന്നിയിട്ടുള്ളത്. അല്ലേ? അതെ, കറക്റ്റ് ആണ്. അപ്ഡേറ്റഡ് ആയിട്ടില്ല, അതിനോട് ഔട്ട്ഡേറ്റഡ് ആയി. അതാണ്
അത് മിക്ക ബിസിനസ് തോറ്റുപോയിട്ടില്ല. ബിസിനസ് ചെയ്യുന്നവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റാഞ്ഞത് കൊണ്ടല്ലേ അങ്ങനെ സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും അത് ബിസിനസ്സിലാണെങ്കിൽ നമ്മുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിൽ ഒക്കെ അങ്ങനെ തന്നെ. നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമ്മൾ ഒരു കാര്യത്തിലല്ല തോറ്റു പോകുന്നത്, അവിടെ നമ്മൾ ആറ്റിറ്റ്യൂഡ് ആയിരിക്കും നമ്മൾ തോറ്റു പോകുന്നത്. ശരിക്കും നമ്മൾ ഒന്നിനെ റെസിസ്റ്റ് ചെയ്യുന്നത് പോലെ, കാരണം എല്ലാരും ഈ റെസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഒരു, സാറിന് എന്താ തോന്നുന്നത്? കറക്റ്റ് ആണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പേഴ്സണൽ ലൈഫ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചുകൊണ്ടേ ഇരിക്കും. ഒരു കാര്യം എന്തല്ല, ഈ ലോകത്ത് ഒരു കാര്യം എന്താ വെച്ചാൽ സ്റ്റേബിൾ അല്ല. ഒരേപോലെ ഈ ലോകത്ത് ഒരു സാധനം എന്ത് ചെയ്യില്ല, നിലനിൽക്കില്ല. അതിങ്ങനെ കാലഘട്ടത്തിനനുസരിച്ചിട്ട് മാറിക്കൊണ്ടേ ഇരിക്കും. അപ്പൊ നമ്മള് ഇപ്പൊ ഒരു എക്സാമ്പിൾ 2010 അല്ലെങ്കിൽ 2015 വേണ്ട 2020 നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള പല ജോലികളും ഇപ്പൊ ചെയ്യണമെങ്കിൽ 2020 നമ്മൾ 8 മണിക്കൂറൊക്കെ എടുത്ത് ചെയ്തിരുന്ന ഒരു ജോലി ചെയ്യണമെങ്കിൽ ഇപ്പൊ ആകെ എന്ത് മതി, ഒരു 2 മിനിറ്റ് മതി. ഇപ്പൊ എക്സാമ്പിൾ എനിക്കിപ്പോ ഒരു PPT പ്രിപ്പയർ ചെയ്യണം. പണ്ട് എനിക്കൊരു ദിവസം വേണ്ടുന്ന സാധനത്തിന് എനിക്കിപ്പോ മാക്സിമം 10 മിനിറ്റ് ഒരു PPT പ്രിപ്പയർ ചെയ്യാൻ മതി, കറക്റ്റ് ആയിട്ട് എനിക്ക് ടെക്നോളജി യൂസ് ചെയ്യാൻ അറിയെങ്കിൽ. അപ്പൊ ആ സമയത്ത് ഒരാൾ എന്ത് ചെയ്യുന്നില്ല, നിങ്ങളുടെ ഓഫീസിലുള്ള ഒരാൾ ഒരു നമ്മൾ ചെയ്യുന്ന ഒരു ജോലി, നിങ്ങളിപ്പോൾ ഏതോ ഒരു ജോലിയിലായിരിക്കും. അപ്പൊ നമ്മൾ കിട്ടുന്നത് എൻ്റെ ഈ ജോലി സെക്യൂർ ആണെന്നായിരിക്കും. അല്ല, നമ്മളെ ജോലി എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം. എങ്ങനെ അല്ലെങ്കിൽ നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടില്ലെങ്കിൽ, പുതിയ ടെക്നോളജി പഠിച്ചിട്ടില്ല. അപ്പൊ എൻ്റെ പ്രായം എത്ര ആയില്ലേ, അതൊന്നും ഇതിന്റെ മാറ്റർ അല്ല. നമ്മൾ അപ്ഡേറ്റഡും കാലഘട്ടം വെച്ച് അപ്ഡേറ്റ് ആയിട്ടില്ലേ നമ്മുടെ മക്കൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ബാക്കിയുള്ള ആൾക്കാർ നമ്മൾ എന്ത് ചെയ്യും, സൊസൈറ്റിയിൽ നിന്ന് ഔട്ട്ഡേറ്റഡ് ആകും. ആ സൊസൈറ്റിയിൽ നിന്ന് ഔട്ട്ഡേറ്റഡ് ആകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫിനാൻഷ്യലി ഗെയിൻ ചെയ്യാനുള്ള മാർഗം എന്ത് ചെയ്യും, നിൽക്കും. ക്ലിയർ ആകുന്നുണ്ടോ? അപ്പൊ നമ്മൾ എപ്പോഴും എന്താ വെച്ചാൽ, അതായത് നേരത്തെ പറഞ്ഞ ഇൻവെസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല. ലോകത്തിൽ ഒറ്റ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് ഗ്യാരണ്ടി ഉള്ളൂ, റിട്ടേൺ ഗ്യാരണ്ടി ഉള്ളൂ. അതെന്താ വെച്ചാൽ സെൽഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. നിങ്ങളുടെ അറിവുകളെ എത്രമാത്രം നിങ്ങൾ വളർത്തുന്നോ അത്രയും നമ്മളുടെ കോൺഫിഡൻസും അതേപോലെ തന്നെ നമ്മുടെ കറേജും കൂടിക്കൊണ്ടേയിരിക്കും. ഇത് രണ്ടും കൂടുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ലോ ഓഫ് അട്രാക്ഷൻ സംഭവിക്കും. ലോ ഓഫ് അട്രാക്ഷൻ ഒരിക്കലും പോസിറ്റീവ് അല്ല. അത് പോസിറ്റീവോ നെഗറ്റീവോ ഒക്കെ ആവാം. നിങ്ങളുടെ ചിന്തകൾക്ക് അപ്പുറത്തേക്ക് നിങ്ങളുടെ ചിന്തകളാണെന്ന്. ശരിയാണ്, അത് ചിന്തകളാണ്. കാരണം നമ്മൾ ഏതൊരു ക്ലാസ്സിൽ ഇരിക്കുമ്പോഴും ഒരു empty കപ്പായിട്ട് പോയിരിക്കണമെന്നല്ലേ പറയുന്നത്? അതെ, നിങ്ങളുടെ ഫീലിങ്സ് എന്താണോ അത് നിങ്ങൾക്ക് ചെയ്യും. നമ്മൾ രാവിലെ പറഞ്ഞിട്ടുണ്ട്, രാവിലെ നമ്മൾ ഭയങ്കര വിഷ്വലൈസ് ചെയ്ത് ഇതിലൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫിനാൻസിനെ കുറിച്ചുള്ള നമ്മുടെ ഉള്ളിൽ നമ്മൾ കയറ്റി വെച്ചിരിക്കുന്ന സംഭവം എന്താണ്, പൈസ ഉണ്ടാക്കുന്ന ഹാർഡാണ്, പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചീത്തയായി പോകും, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാ മനുഷ്യന്മാരുടെ ഉള്ളിലുള്ള സാധനമാണ് സ്വാഭാവികമായിട്ടും പൈസ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്, അല്ലെ? കോമൺ എല്ലാ മനുഷ്യന്മാരുടെ മൈൻഡും ഉണ്ടാവും. ആർക്കില്ലാത്തത് ഈ പറയുന്ന എനിക്കടക്കുണ്ടാവും. ആ തോട്ടിനെ നമ്മൾ മാറ്റണമെങ്കിൽ തന്നെ ചിലപ്പോൾ നമ്മൾ വർഷങ്ങളോളം ട്രൈ ചെയ്യേണ്ടി വരും. അപ്പൊ അത്തരം പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസും പോസിറ്റീവ് ആയിട്ടുള്ള പുസ്തകങ്ങളും സൈക്കോളജി ഓഫ് മണിയും അതേപോലെ റിച്ച് ഡാഡും പുവർ ഡാഡും ഈ പിന്നെ ഇതില് റിച്ചസ്റ്റ് പേഴ്സൺ ബാബിലോൺ, ഇങ്ങനത്തെ കുറെ പുസ്തകങ്ങളൊക്കെ വായിച്ച് കുറെ ട്രെയിനിങ്ങും കുറെ യൂട്യൂബ് വീഡിയോ കണ്ട് നമ്മൾ നിരന്തരം ട്രെയിൻ ചെയ്ത് നമ്മുടെ മൈൻഡിൽ എന്ത് ചെയ്യണം, മൈൻഡ് പവർ കൂട്ടിക്കൊണ്ടേയിരിക്കണം. ആ മൈൻഡ് പവർ കൂട്ടുമ്പോൾ അയാളുടെ ചിന്തകൾ എന്ത് ചെയ്യും, മാറും. ആ ചിന്തകൾ മാറുമ്പോൾ അയാൾ ആക്ഷൻസ് മാറും. അതാണ് ഡിഫറെന്റ്. ചിന്തകൾ മാറുമ്പോൾ എന്താ മാറാം, അയാളുടെ ആക്ഷൻസ്, ദ വേ ഓഫ് ഡൂയിങ്, അയാൾ ചെയ്യുന്ന രീതി മാറും. അത്രേ ഉള്ളൂ. രീതി മാറുമ്പോൾ എന്ത് ചെയ്യും, റിസൾട്ട് മാറും. അല്ലാതെ ഇതിന് ഷോർട്ട് കട്ട് ഒന്നുമില്ല. താങ്ക് യു ജാസ്മിൻ മാം. വെൽക്കം സർ. ഓക്കെ, താങ്ക് യു ജാസ്മിൻ മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനി ആരെങ്കിലും ഉണ്ടോ? ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആരെങ്കിലും ഉണ്ടായിരുന്നോ, എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനോ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് പറയാനോ? ഇല്ല. ഓക്കെ, എന്നാ വൈൻഡപ്പ് ചെയ്യാലോ അല്ലേ സർ? ഓക്കെ, അപ്പം ഇന്ന് നിങ്ങൾക്ക് പ്രൊഫഷനെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്ന സൈഫ് സാറിനും അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാ ബി മാജിക് മെമ്പേഴ്സിനും താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ. Then have a nice day. Bye all. Thank you. Thank you all. Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir. Thank you all.